കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT സയൻസ് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രോഗങ്ങൾ എന്ന ടോപ്പിക്കിൽ വരുന്നൊരു പാഠഭാഗമാണിത്. SCERTയിൽ ആകെ 3 പാഠഭാഗങ്ങളാണ് രോഗങ്ങൾ എന്ന ടോപ്പിക്കിൽ വരുന്നത്. 5ാം ക്ലാസ്സിലൊരു പാഠം, അതുപോലെ 6ാം ക്ലാസ്സിലും പിന്നെ 10ാം ക്ലാസ്സിലൊരു ചാപ്റ്റർ വരുന്നുണ്ട്. 5ാം ക്ലാസ്സിലെ രോഗങ്ങൾ, രോഗകാരികൾ എന്ന പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ സൂക്ഷ്മജീവികൾ, രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മജീവികളും അവ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നും അതുപോലെ വാക്സിനെ കുറിച്ചും ആ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തു. ആ പാഠഭാഗം പഠിക്കാത്തവർ ആ ക്ലാസ് ഒന്ന് റെഫർ ചെയ്യുക. അതുപോലെ 10ാം ക്ലാസ് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ, അത് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് 6ാം ക്ലാസ്സിലെ പാഠം 9 മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി ഈ പാഠഭാഗത്ത് വരുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി. ഈ പാഠഭാഗത്ത് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വളർച്ച പരിശോധന മാർഗമാണ് ഉയര തൂക്ക പരിശോധന. ബോഡി മാസ് ഇൻഡെക്സിൻ്റെ മലയാളമാണ് ഉയര തൂക്ക പരിശോധന. ബോഡി മാസ് ഇൻഡെക്സ് BMI ഒരാളുടെ വളർച്ച പരിശോധിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ബോഡി മാസ് ഇൻഡെക്സ് എടുക്കുന്നത്. BMI എന്ന് ഷോർട്ടാക്കിയിട്ട് പറയും. BMI എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഒരാളുടെ തൂക്കവും ഉയരവും കണക്കാക്കുന്നു. Then BMI equal to തൂക്കം ഇൻ കിലോഗ്രാം ബൈ ഉയരം ഇൻറ്റു ഉയരം. തൂക്കം കിലോഗ്രാമിലാണ് കണക്കാക്കുന്നത്, ഉയരം മീറ്ററിലുമാണ്. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന വാല്യൂ മാറും. അപ്പോൾ തൂക്കം കിലോഗ്രാമിലാണ്, ഉയരം മീറ്ററിലുമാണ്. തൂക്കം ബൈ ഉയരം സ്ക്വയർ അല്ലെങ്കിൽ ഉയരം ഇൻറ്റു ഉയരമാണ് BMI. BMI കണക്കാക്കുമ്പോൾ തൂക്കവും ഉയരം വെച്ച് കണക്കാക്കുമ്പോൾ നമുക്ക് ഇതിനൊരു വാല്യൂ കിട്ടും. ഈ വാല്യൂ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരാളുടെ വളർച്ച എത്രത്തോളം അയാളുടെ ആരോഗ്യവാനാണ്, അയാളുടെ വളർച്ച എങ്ങനെയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ BMIയുടെ വാല്യൂസാണ് തന്നിട്ടുള്ളത്. കിട്ടുന്ന BMI 18.5 കുറവാണെങ്കിൽ അയാൾ ഭാരക്കുറവാണ്. 18.5 കുറവാണെങ്കിൽ ആ വ്യക്തി ഭാരക്കുറവായിരിക്കും. 18.5 തൊട്ട് 24.9 വരെയാണെങ്കിൽ ശരിയായ ഭാരമാണ്. അപ്പോൾ നോർമൽ വെയിറ്റ് വരുന്നത് 18.5 മുതൽ 24.9 ആണ്. 25 to 29.9 അമിതവണ്ണമാണ്. 30 to 34.9 പൊണ്ണത്തടി 1ാം ഘട്ടം. 35 തൊട്ട് 39.9 വരെ പൊണ്ണത്തടി 2ാം ഘട്ടം. 40 മുകളിൽ പൊണ്ണത്തടി 3ാം ഘട്ടം. അപ്പോൾ ഒരാളുടെ വളർച്ച എത്രത്തോളം പരിശോധിക്കുന്ന മാർഗമാണ് ഉയരത്തൂക്ക പരിശോധന. ബോഡി മാസ് ഇൻഡെക്സ് തൂക്കം ബൈ ഉയരം സ്ക്വയർ ആണ് അതിൻ്റെ ഇക്വേഷൻ. അതിൽ വാല്യൂസും അതിൻ്റെ ശരീരാവസ്ഥയും പറയുന്നുണ്ട്. 18.5 കുറവാണെങ്കിൽ ഭാരക്കുറവ്, 18.5 to 24.9 വരെയാണെങ്കിൽ ശരിയായ ഭാരം, 25 മുതൽ 29.9 വരെയാണെങ്കിൽ അമിതവണ്ണം, 30 to 34.9 വരെ പൊണ്ണത്തടി 1ാം ഘട്ടം, 35 to 39.9 പൊണ്ണത്തടി 2ാം ഘട്ടം, 40 മുകളിലാണെങ്കിൽ പൊണ്ണത്തടി 3ാം ഘട്ടം. ദെൻ ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാട്ടോണിനാണ്. ഉറക്ക ഹോർമോൺ ഒരാൾ വ്യക്തിയിൽ കൃത്യമായിട്ട് രാത്രിയാകുമ്പോൾ അയാൾക്ക് ഉറക്കം വരുന്നു, അതുപോലെ പകലാകുമ്പോൾ ഉറക്കം തീരുന്നു. ഈ ഒരു സൈക്കിള് അതിനെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? മെലാട്ടോണിൻ എന്ന ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാട്ടോണിനാണ്. നമ്മുടെ ലൈഫ് സൈക്കിൾ അതിനെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ലൈഫ് സൈക്കിളിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നുണ്ട്. പീനിയൽ ഗ്രന്ഥി ഇരുട്ടിനോട് പ്രതികരിക്കുന്നതിന് ഫലമായിട്ട് രാത്രി മെലാട്ടോണിൻ ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ പീനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. രാത്രിയാകുമ്പോൾ പീനിയൽ ഗ്രന്ഥിയിൽ മെലാട്ടോണിൻ ഉൽപ്പാദനം കൂടുന്നു. മെലാട്ടോണിൻ ഉൽപ്പാദനം കൂടുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നു. പകൽ നേരം ആവുമ്പോൾ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു, അപ്പോൾ ഉറക്കം തീരുകയും ചെയ്യുന്നു. അപ്പോൾ ഉറക്ക ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലാട്ടോണിനാണ്. പീനിയൽ ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ദെൻ ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. സാധാരണ നോർമൽ ഒരു വ്യക്തിയിലെ സാധാരണ അളവ് എത്രയാണ്? 70 to 100 ml/100 mm. 100 mmൽ 70 to 100 ml ആണ് പഞ്ചസാരയുടെ സാധാരണ അളവ്.
ദെൻ ഇൻസുലിൻ, ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഒരാളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ഇൻസുലിനാണ്. പാൻക്രിയാസ് ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 1921 ഫെഡറിക് ബാൻഡിങ്ങും ജോൺ മാക്ലോയിഡും ഇൻസുലിൻ കണ്ടെത്തി. ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രമേഹം ഡയബറ്റിക്സ് ഉള്ളവർ ഇൻസുലിൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് കണ്ടെത്തുന്നത് 1921 ഫെഡറിക് ബാൻഡിങ്ങും ജോൺ മക്ലോയിഡുമാണ്. പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥയാണ്. സാധാരണ അളവ് 70 to 100 ml/100 mm. ഇൻസുലിൻ ശരീരത്തിൽ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. 1921 ഫെഡറിക് ബാൻഡിങ്ങും ജോൺ മക്ലോയിഡുമാണ് ഇൻസുലിൻ കണ്ടെത്തുന്നത്. ദെൻ 2 തരം പ്രമേഹങ്ങളുണ്ട്. ടൈപ്പ് 1 പ്രമേഹവുമുണ്ട്, ടൈപ്പ് 2 പ്രമേഹവുമുണ്ട്. ടൈപ്പ് 1 പ്രമേഹം എന്താണ്? ശരീരത്തിൽ ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. അതായത് ഒരു നോർമൽ ശരീരത്തിന് ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. സാധാരണ കുട്ടികളിലാണ് ഇത് കാണപ്പെടാറുള്ളത്. ജീവിതകാലം മുഴുവൻ അവർ ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരും. ഇപ്പോൾ ടൈപ്പ് 1 പ്രമേഹം ജന്മന അല്ലെങ്കിൽ ഒരു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ശരീരത്തിൽ ആവശ്യമായത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണിത്. ഇത് ഒരു ജീവിതകാല പ്രോസസ്സായിരിക്കും ഈ ഇൻസുലിൻ കുത്തിവെക്കുന്നത്. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് ശരീരം ഇൻസുലിൻ കൃത്യമായി ഉപയോഗിക്കാത്ത അവസ്ഥ. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷെ കൃത്യമായിട്ട് ബോഡി അത് ഉപയോഗിക്കുന്നില്ല. ഇതാണ് ടൈപ്പ് 2 പ്രമേഹം. ജീവിതശൈലിയുടെയും മരുന്നുകളിലൂടെയും ഈ ടൈപ്പ് 2 പ്രമേഹം നമുക്ക് മാറ്റിയെടുക്കാം. ജീവിതശൈലി മാറ്റുന്നതിലൂടെ, അതുപോലെ മരുന്ന് കൺസ്യൂം ചെയ്യുന്നതിലൂടെ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഈ പ്രമേഹം ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ടൈപ്പ് 2 ടൈപ്പ് 1ഉം പഠിച്ചിരിക്കുക. ദെൻ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ BP, ബ്ലഡ് പ്രഷർ. രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ഉണ്ടാക്കുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. രക്തക്കുഴലുകളുടെ രക്തം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ഉണ്ടാക്കുന്ന പ്രഷർ, മർദ്ദത്തെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്ഫിഗ്മോമാനോമീറ്റർ. സാധാരണ ഒരു നോർമൽ ആരോഗ്യവാനായുള്ള ആളുടെ രക്തസമ്മർദ്ദത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 120/80 mmHg ആയിരിക്കും. 120/mmHg ആയിരിക്കും. ദെൻ കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 200 mg/dL ആണ്. 200 mg/dL ആണ് കൊളസ്ട്രോളിൻ്റെ ശരിയായ അളവ്. നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. ബോഡിയിൽ നല്ലതുമുണ്ട്, നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും. നല്ല കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമുള്ളതാണ്, ചീത്ത കൊളസ്ട്രോൾ നമുക്ക് അസുഖം വരുത്തുന്നതാണ്. നല്ല കൊളസ്ട്രോളിനെയാണ് HDL എന്ന് പറയാം. ചീത്ത കൊളസ്ട്രോളിനെ LDL എന്നും പറയും. HDL നല്ല കൊളസ്ട്രോളും, LDL ചീത്ത കൊളസ്ട്രോളും. ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടി ഹൃദയാഘാതത്തിന് കാരണമാകുന്നു. ചീത്ത കൊളസ്ട്രോൾ രക്തക്കുഴലുകളിൽ കട്ടുപിടിക്കുകയും അവിടെ അടിഞ്ഞുകൂടിയിട്ട് രക്തത്തിൻ്റെ ഫ്ലോ തടഞ്ഞു വെക്കുകയും ഹൃദയാഘാതത്തിന് കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ നല്ല കൊളസ്ട്രോൾ നമ്മൾ എക്സസൈസ് എടുക്കുമ്പോഴും ബോഡി വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായി വരുന്ന കൊളസ്ട്രോളാണ് നല്ല കൊളസ്ട്രോൾ. ഇത് ഹൃദയാഘാതത്തിൻ്റെ സാധ്യത കുറക്കുകയാണ് ചെയ്യുന്നത്. കൊളസ്ട്രോൾ 200 mg/dL ആണ് ശരിയായിട്ടുള്ളത്. HDLും LDLും ഉണ്ട്. HDL നല്ല കൊളസ്ട്രോളും, LDL ചീത്ത കൊളസ്ട്രോളും. LDL ഹൃദയാഘാതത്തിന് കാരണമാകുമ്പോൾ നല്ല കൊളസ്ട്രോൾ ഹൃദയാഘാതം കുറക്കുകയും ചെയ്യുന്നു. ജീവിതശൈലി രോഗങ്ങൾ. തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഉദാഹരണമാണ് ഹൃദ്രോഗം, ക്യാൻസർ. ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്നുണ്ട്, മറ്റു കാരണങ്ങളുണ്ട്. ചില ക്യാൻസറുകൾ എന്താണ്? പുകവലി, മറ്റു കാരണങ്ങൾ കൊണ്ട്, പ്ലാസ്റ്റിക് ചീനവായു ശ്വസിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ക്യാൻസറുകൾ, അതുപോലെ കരൾ വീക്കം, പൊണ്ണത്തടി, ടൈപ്പ് 2 പ്രമേഹം, ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ടൈപ്പ് 1 പ്രമേഹം ജീവിതശൈലി രോഗമല്ല, ടൈപ്പ് 2 പ്രമേഹം ജീവിതശൈലി രോഗമാണ്. ഇത്രയാണ്, വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 10ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അത് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.